എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ വിജേഷ് സി. ഞാൻ കൊട്ടാരക്കര റാഫ അരോമ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജനും റുമറ്റോളജിസ്റ്റുമാണ്. എനിക്കിപ്പോൾ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് സന്ധിവാതത്തെ കുറിച്ചാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും സന്ധിവാതത്തെ കുറിച്ച്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ്, ചിലർ അതിനെ ആമവാദം എന്നൊക്കെ പറയും. അപ്പൊ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഈ സമൂഹത്തിലെ പല ജനതയ്ക്കും ഇല്ലാഞ്ഞതാണ് നമുക്ക് ഈ ഒരു അസുഖം നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട്, അതായത് ഏർലി ആയിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത് ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇന്ന് എൻ്റെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വസ്തുതകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. സന്ധിവാതത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, പക്ഷെ ഞാൻ വളരെ ചുരുക്കി നിങ്ങളോട് അതിന്റെ ആശയം പങ്കുവയ്ക്കും. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വാദം എന്ന് പറയുന്ന അസുഖം നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ്. അതായത് കുട്ടികളെ വരെ വേണമെങ്കിൽ വാദം ബാധിക്കാം എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട ഒരു വസ്തുത. കാരണം വാദത്തിന്റെ പല ലക്ഷണങ്ങൾ അത് നമ്മുടെ സമൂഹത്തില് പല ജനതയ്ക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല. വാദത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ജോയിന്റുകളൊക്കെ മടക്കി നിവർത്താനുള്ള ഒരു പ്രയാസം, അതാണ് നമുക്ക് ആദ്യമായിട്ട് അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ വാദസംബന്ധമായ ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലെ വിരലുകൾ ഉൾപ്പെടെ നമുക്ക് അത് മടക്കി നിവർത്താനുള്ള ഒരു പ്രയാസമാണ് പലരും പറയുന്നത്. കാരണം നമുക്കറിയാം, വിരലുകളിൽ കൂടുതൽ നമുക്ക് തേയ്മാനമൊന്നും വരാത്ത ഒരു ഭാഗമാണ് വിരലുകൾ എന്ന് പറയുന്നത്. വിരലുകളിൽ നമുക്ക് വേദന വരിക, അതിന്റെ ജോയിന്റുകളിൽ, ചെറിയ ചെറിയ ജോയിന്റുകളിൽ നമുക്ക് മടക്കി നിവർത്താൻ പ്രയാസം വരിക, ഇത് നമ്മളെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വാദത്തെ കുറിച്ച് ചിന്തിക്കണം. പിന്നെ മുട്ടുവേദന വരാം, നടുവേദന വരാം, കഴുത്ത് വേദന വരാം, നമുക്ക് കാലിന്റെ പാദത്തിൽ വേദന വരാം. അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് വേദനകൾ വരാം. അതായത് ജോയിന്റ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ ഉണ്ടാവുന്നതാണ്. അതാണ് രോഗിയുടെ ഒരു പ്രധാന ലക്ഷണം എന്ന് നമ്മൾ പറയുന്നത്. ഇതിനെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പല രോഗികളും എന്നോട് ചോദിച്ചു. ഡോക്ടറെ, ഇതിന് വല്ല കാരണങ്ങളും ഉണ്ടോ? അവരുടെ കുറ്റം കൊണ്ടാണോ ഇത് വരുന്നത്? ഒരിക്കലും അല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പ്രത്യേകിച്ച് ഭക്ഷണ രീതികളോ അല്ലെങ്കിൽ ഗുളികകളോ അതൊന്നും ഇതിനെ വലുതായിട്ട് അഫക്ട് ചെയ്യുന്നതല്ല. ഇത് നമ്മുടെ ജനറ്റിക് ആയിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ടോ നമുക്ക് ഇഡിയോപ്പതിക് ആയിട്ടോ ഒക്കെയാണ്, അല്ലെങ്കിൽ ഇതിനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് പ്രത്യേക ഒരു കാരണമില്ലാതെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ ഒരു തകരാറിന് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖം എന്ന് മാത്രമേ നമുക്കിതിനെ പറയാൻ പറ്റുള്ളൂ. അതിൽ സ്ത്രീകളിലായാലും ശരി, പുരുഷന്മാരായാലും ശരി, കുട്ടികളായാലും ശരി, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെയുള്ള പല ടൈപ്പ് വാദങ്ങളും. അതിലിപ്പോൾ സിറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് വളരെ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഏജിൽ 10, 15, 20 വയസ്സുള്ള കുട്ടികളിൽ വരെ ഈ സിറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് വരും. അവരുടെയൊക്കെ മെയിൻ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത നടുവേദന, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നടു സ്റ്റിഫായിട്ടിരിക്കുക, മടക്കി നിവർത്താൻ പ്രയാസം വരിക, ചെറിയ ചെറിയ ജോയിന്റുകളിൽ വേദന വരിക. അപ്പം പല ഹോസ്പിറ്റലിലും കാണിച്ചിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്നൊക്കെ പറഞ്ഞ് അവർ കുറേ നാളായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ പിന്നീടാണ് അവർ അറിയുന്നത് ഇത് വൈറ്റമിൻ ഡിയുടെ കുറവൊന്നും അല്ല, ഇത് വേറെ എന്തോ ആണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരുപാട് ലേറ്റ് ആവും. കാരണം വാദം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ കണ്ട് ചികിത്സിച്ചില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഇതൊരു സിസ്റ്റമിക് ഇൽനെസ് എന്നാണ് പറയുന്നത്. വേറെ സിസ്റ്റത്തെയും ഇത് അഫക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അപ്പൊ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒരു വാദസംബന്ധമായിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റ്, റുമറ്റോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഓർത്തോപെഡിക് ഡോക്ടറെയോ നിങ്ങൾ പെട്ടെന്ന് കൺസൾട്ട് ചെയ്യുക. കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അദ്ദേഹം പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അദ്ദേഹം ഈ നിങ്ങളുടെ ലക്ഷണങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട ബ്ലഡ് ടെസ്റ്റുകൾ നിർദ്ദേശിക്കും. അതിന് കുറച്ച് എക്സ്പെൻസ് ആണ്, പക്ഷെ എന്നാലും നമ്മൾ ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ നമ്മളത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് ഫാമിലിയിലൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് CBC, അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, RA ഫാക്ടർ, CRP, അങ്ങനെ ഒരുപാട് ബ്ലഡ് ടെസ്റ്റുകളുണ്ട് നമുക്ക് അറിഞ്ഞൂടാത്ത. എന്നാൽ നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യാത്ത പല ബ്ലഡ് ടെസ്റ്റുകളും ഇതിനകത്ത് പെടുന്നതാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് ഡയഗ്നോസിലേക്ക്, ഈ ഒരു വാദത്തിന്റെ ഡയഗ്നോസിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സിറോ നെഗറ്റീവ് ആണ്. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന എല്ലാം നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ നമ്മുടെ ലക്ഷണങ്ങൾ, വായിലിടയ്ക്ക് അൾസർ വരിക,
പലരും അത് വളരെ നിസ്സാരമായിട്ട് കാണപ്പെടും, വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണ്. അത് തന്നെ ഒരു വാദത്തിന്റെ ലക്ഷണമാണ്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസോർഡേഴ്സ്, ഇതെല്ലാം നമുക്ക്, അതായത് ആഹാരം കഴിക്കുമ്പോൾ ടോയ്ലറ്റിൽ പോകാൻ തോന്നുക, അല്ലെങ്കിൽ നമ്മുടെ മലത്തിൽ കൂടെ രക്തം വരിക, അല്ലെങ്കിൽ അബ്ഡോമിനൽ, അങ്ങനെ പല പല ലക്ഷണങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാത്തതായിട്ടുണ്ട്. ഇപ്പം സൂര്യപ്രകാശം അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുഖത്ത് ചുമന്ന് അത് വരിക, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് പറയും, സൂര്യപ്രകാശം താങ്ങാൻ പറ്റാതെ വരിക, അങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ലക്ഷണങ്ങൾ ഇതിനുണ്ട്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ യൂറിക് ആസിഡ് കൂടുന്ന ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു വാദമുണ്ട്. അത് വളരെ കോമൺ ആണ് ആണുങ്ങൾക്ക്. ഇപ്പൊ ബിയറൊക്കെ ആണെങ്കിലും മദ്യപാനം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഈ ഗൗട്ടി ആർത്രൈറ്റിസ് വളരെ കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതും നമുക്കൊരു വാദം ആയിട്ട് വേണമെങ്കിൽ ആർത്രൈറ്റിസിന്റെ വിഭാഗത്തിൽ തന്നെ നമുക്ക് പെടുത്താവുന്നു. അപ്പൊ ഈ വാദവും അല്ലെങ്കിൽ നമുക്ക് സാധാരണ വരുന്ന തേയ്മാനവും രണ്ടും രണ്ടാണ്. അപ്പൊ മുട്ടിൽ തേയ്മാനം വരുന്നു, അത് ചിലപ്പോൾ വാദത്തിന്റെ എഫക്ട് കൊണ്ട് വന്ന തേയ്മാനമായിരിക്കാം, അതല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഏജ് റിലേറ്റഡ് ആയിട്ട്, അതായത് ഇപ്പൊ സ്ത്രീകളിൽ കുറച്ചൊരു 50 വയസ്സൊക്കെ ആകുമ്പോൾ മാസമുറ നിൽക്കും. ആ മാസമുറ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഈസ്ട്രജന്റെ അളവ് കുറയും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് തേയ്മാനം വരാം. പുരുഷന്മാർക്കെന്ന് പറഞ്ഞാൽ കുറെ വേറാൻ ചെയ്യാൻ, അതായത് ഒരുപാട് ജോലികളൊക്കെ ചെയ്തിട്ട് ഒരു 45-50 വയസ്സ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ 55 വയസ്സൊക്കെ കഴിയുമ്പോൾ തേയ്മാനം വരാം. അത് തേയ്മാനമാണ്, തേയ്മാനം കൊണ്ടുണ്ടാകുന്ന സന്ധി രോഗമാണ്. പക്ഷെ അത് നമ്മുടെ സന്ധിവാദമായിട്ട് ഒരിക്കലും നമ്മൾ റിലേറ്റ് ചെയ്യരുത്. കാരണം വാദം എന്ന് പറയുന്നത് ഇതിലൊന്നും പെടാത്ത ഒരു അസുഖമാണ്. അതിന് നമ്മൾ അതിൻ്റെതായ മെഡിസിൻസ് എടുക്കാതെ ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് റിലീഫ് കിട്ടും. അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ, നമ്മുടെ മൾട്ടിപ്പിൾ ജോയിന്റ് പെയിൻ, അതായത് ഒന്നിലധികം ജോയിന്റുകളിലെ വേദന, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു സ്റ്റിഫ്നെസ്, ഒരു പിടുത്തം, നമുക്കൊരു ഈ അൺഈസിനെസ് തോന്നുക, ജോയിന്റ് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഇത് നമ്മുടെ കുട്ടികൾക്കോ മുതിർന്നവർക്കോ ആർക്കുണ്ടെങ്കിലും ഉടനെ ഒരു യോഗ സ്പെഷ്യലിസ്റ്റ്, അതായത് റുമറ്റോളജിസ്റ്റിനെയോ ഓർത്തോപെഡിക് ഡോക്ടറെയോ കണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ അസുഖം എന്താണെന്ന് മനസ്സിലാക്കി അതിന് ചികിത്സ നേടുക.